നമസ്കാരം, നന്ദകുമാറാണ്. പാൻ സിനിമാസ് ആരക്കുന്നം എൻ്റെ അടുക്കൽ ഭയങ്കര അപമാനമായ രീതിയിൽ പാൻ സിനിമാസ് ആരക്കുന്നത്തിൻ്റെ സ്റ്റാഫ് പെരുമാറിയതിന് പ്രകാരം ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ, അതിൻ്റെ ഒരു ഡീറ്റെയിലൈസേഷനാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ പൈസ കൊടുത്തു, 150 രൂപ ടിക്കറ്റിന് പൈസ കൊടുത്തു. ഇതിപ്പോൾ ഇറങ്ങിയിരിക്കുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയ്ക്ക് പൈസ കൊടുത്തു. അപ്പോൾ എനിക്ക് സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടാണ്, എനിക്ക് ഗ്ലാമർ ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല, പോലീസുകാർ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അത്യാവശ്യം വെളുത്ത് കാണാൻ മെനയുള്ള ആ പെങ്കൊച്ച് പറയുന്നതും കേട്ടിട്ട് എന്നെ അവിടെ നിന്ന് ആട്ടി വിടുകയാണ് ചെയ്തത്. ഫൈനലി ഉണ്ടായത് ഉണ്ടായ കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ 150 രൂപ ടിക്കറ്റിന് പൈസ കൊടുത്തിട്ട് എനിക്ക് F11 വേണമെന്ന് പറഞ്ഞു. അവരെനിക്ക് F13 ആണ് അടിച്ചു തന്നത്. അപ്പം ഇതിന് കാരണമായിട്ടൊരു കാര്യം, അവിടെ ഫോൺ കോളിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഫോണിൽ വിളിച്ചിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പം നമ്മൾ വിളിച്ചിട്ട് ഫോണിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ വൈഫും ഉണ്ടായിരുന്നു, എൻ്റെ മകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വൈഫിന് കുറച്ച് ശാരീരിക പ്രശ്നമുള്ളത് കൊണ്ടിട്ട് ആൾക്ക് വരാൻ പറ്റിയില്ല. അപ്പം മകൾക്കും വരാൻ പറ്റിയില്ല. അപ്പം ഞാൻ മാത്രമാണ് അവിടെ ചെന്നത്. ഞാൻ മാത്രം അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഇന്നലെ 2 പേർക്ക് വരാൻ പറ്റില്ല, എനിക്ക് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ, ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ അതെന്താണ്, അത് നേരത്തെ ഒന്ന് വിളിച്ച് പറയേണ്ടായിരുന്നെന്ന് പറഞ്ഞു. നേരത്തെ ഒന്ന് വിളിച്ച് പറയാൻ പറ്റിയൊന്നുമില്ല. കാര്യം പടത്തിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പക്ഷേ ആ പടത്തിന് പോകുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പാണ് ആൾക്ക് ഈ ചെറിയൊരു ശാരീരിക പ്രശ്നം വന്നതും അപ്പോൾ വരാൻ പറ്റാതിരിക്കുകയായത്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഈ തിയേറ്ററിൽ പോയി പടം കാണുന്ന ഒരു വ്യക്തിയാണ്. അവിടുത്തെ അത്യാവശ്യമുള്ള എല്ലാവർക്കും എന്നെ അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ പെണ്ണ് എന്ത് ഹുങ്ക കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല. അവൾ ഭയങ്കര അഹങ്കാരമാണ് കാണിച്ചത്, അഹങ്കാരവും തോന്നിവാസമാണ് കാണിച്ചത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു, എന്നാൽ ശരി ഒരു ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു F11 വേണമെന്ന് പറഞ്ഞു. അപ്പം F11 വേണമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ട് അവൾ എനിക്ക് അടിച്ചു തന്നത് F13 ആണ്. അപ്പം ഞാൻ കറക്റ്റ് സ്ക്രീനിൻ്റെ നേരെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ് F11 സാധാരണ ബുക്ക് ചെയ്യുന്നത്. അതായത് ഞാൻ എവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്താലും ഞാൻ നേരെ ഉള്ള സീറ്റിലാണ് ബുക്ക് ചെയ്യാറ്. വേറെ ആ സീറ്റില്ലെങ്കിൽ ഞാൻ സാധാരണഗതിയിൽ വേറെ ടിക്കറ്റ് എടുക്കാറുമില്ല. എനിക്ക് തിയേറ്ററിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഇരുന്നിട്ട് പടം കാണാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ F11 ചോദിച്ചപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞു, ഞാൻ F11 അല്ലേ പറഞ്ഞത്, നിങ്ങളെന്തിനാ F13 അടിച്ചത്, അത് വേണമെങ്കിൽ അതെടുത്ത് കണ്ടാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ വർത്താനം പറയണേ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകാർക്കായപ്പോഴത്തേക്കിനും അവരെന്നോട് തെണ്ടിത്തരം കാണിക്കരുതെന്ന് അവൾ. ആ പെണ്ണിനോട് പറയാം, തെണ്ടിത്തരം തെണ്ടിത്തരം നിങ്ങൾ കാണിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, താൻ എന്ത് വർത്താനമൊക്കെയാണ് പറയുന്നത്, തനിക്ക് പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പോരെ, നിങ്ങൾ ഇവിടുത്തെ മാനേജർ വിളിക്കുക, ഞാൻ സംസാരിക്കണമെന്ന് മാനേജരൊന്നും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ അവിടുന്ന് ഒച്ചപ്പാടും ബോളോട്ട് നേരെ പുറത്തോട്ടിറങ്ങി വന്നിട്ട് ഒരുമാതിരി തല്ലാൻ വരുന്നത് പോലത്തെ ഭാവത്തിൽ കയറി വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാനൊരു കസ്റ്റമറാണ്, ഞാനൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുവാണ്. എനിക്കത് അവർക്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ 3 ടിക്കറ്റും സാർ എടുക്കണമെന്ന് പറയാമെന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ആ 3 ടിക്കറ്റും എടുക്കും. ഞാൻ എന്താണ് കരുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടിക്കറ്റ് വെറുതെ മീൻസ്, അതായത് എൻ്റെ മനസ്സിലുണ്ടായ കാര്യമാണ്. ഇപ്പം എനിക്ക് വരാൻ പറ്റാത്ത കാരണം ഞാനവിടെ ബോധിപ്പിച്ചു. ആ കാരണം ബോധിപ്പിച്ചപ്പോഴത്തേക്കിന് ഇനി 2 പേരാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് കാണാമല്ലോ, ആക്ച്വലി ആ ടിക്കറ്റ് എടുത്തിട്ട് കാണാമല്ലോ, നമ്മൾ വെറുതെ അത് കൊടുത്തിട്ട് നിൽക്കണ്ടല്ലോ എന്ന് വെച്ചു. പക്ഷേ അതൊന്നും പ്രശ്നമല്ല. അവർക്ക് 3 ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ 3 ടിക്കറ്റും എടുക്കും, എനിക്കൊരു കുഴപ്പമില്ല. കാര്യം നമ്മളും സിനിമാ പ്രവർത്തകനാണ്, നമുക്ക് അത്രയും സിനിമയുടെ ആഗ്രഹമുള്ള ആൾക്കാരല്ലേ, നമ്മൾ സിനിമ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവൾ കാണിച്ചത് അഹങ്കാരമാണ്. അവിടെ ഒരു 10-15 ആൾക്കാർ നിരന്ന് നിൽക്കുമ്പോൾ ഇവൾ ഭയങ്കര ഒച്ചപ്പാട് പോകുള്ളൂ, നിങ്ങൾ എന്ത് തെണ്ടിത്തരാണ് കാണിച്ചത്, ഞങ്ങൾക്ക് ബാക്കി ടിക്കറ്റ് പോകത്തില്ല, കാണാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ലഹള. അപ്പം ഞാൻ പറഞ്ഞു, താൻ എന്തിനാണ് ഇങ്ങനെ ലഹള ഉണ്ടാക്കണത്, താൻ എന്ത് ലാംഗ്വേജാണ് ഈ യൂസ് ചെയ്യുന്നത്, താനൊരു സ്റ്റാഫല്ലേ ഇവിടുത്തെ, അപ്പോൾ താൻ എന്ത് ഇങ്ങനെയാണോ ഒരു കസ്റ്റമർക്ക് പെരുമാറണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ നേരെ പോലീസിനെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി, നീ എന്നാൽ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ പോലീസിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും നേരെ പോലീസ് വന്നു. അപ്പോൾ പോലീസ് വരുമ്പോഴത്തേക്കിന് കാര്യം കേട്ടിട്ട് അതിന് ന്യായമായിട്ടുള്ളൊരു രീതി അവർ എനിക്ക് F11 എടുത്ത് തരുമായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. കാര്യം ന്യായം കേട്ട് കഴിയുമ്പോൾ പോലീസ് അങ്ങനെയാണല്ലോ ചെയ്യുക. പക്ഷേ പോലീസ് വന്ന ഉടനെ ഈ പെണ്ണ് പറയുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ ആ പെണ്ണ് വന്നു വെച്ചും പെണ്ണ് എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയാമല്ല. ആ പെണ്ണ് പറഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാനും ആ പുള്ളിയുടെ എന്നോട് കാര്യം ചോദിച്ചപ്പോൾ ഞാനും കാര്യം പറഞ്ഞു, സാറേ ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് പടം തുടങ്ങുകയും ചെയ്തു. 4 മണിക്കായിരുന്നു പടം തുടങ്ങുകയും ചെയ്തു. ഞാൻ അവിടെ നിന്ന് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ലിസ്റ്റിൻ ചീഫിനെ വിളിച്ചു. അപ്പോൾ ഇവിടുത്തെ മാനേജർ ഇല്ല എന്ന് പറഞ്ഞു. അവിടെ എഴുതി വെച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കണില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മാനേജറായിട്ടുള്ള ഓമന എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി, ആ ചേച്ചിനെ വിളിച്ചിട്ട് ആ ചേച്ചി ഫോണും എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പാൻ സിനിമാസിൻ്റെ ഇവിടുത്തെ മരടിൽ എങ്ങാണ്ടുണ്ടായിരുന്ന ആളെ വിളിച്ചു. അപ്പോൾ ആളെ വിളിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ പാൻ സിനിമാസ് ആരാണോ നിയന്ത്രിക്കുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടിട്ട് എനിക്ക് അതിൻ്റെ ഒരു കോൺടാക്റ്റ് കിട്ടിയില്ല. പക്ഷേ എനിക്ക് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന പോലെയാണ് സംഭവം, ഞാൻ പടം കാണാൻ വന്നിട്ട് എനിക്ക് പടം കാണാൻ സാധിച്ചിട്ടില്ല, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് പുള്ളി ഒരു നമ്പർ വന്നു. അപ്പോൾ ആ നമ്പറിലേക്ക് ഞാനിപ്പം വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ അവിടെ നിന്നിട്ട് ഇവക്കെതിരെ കംപ്ലയിൻറ്റും കൊടുത്തു. പോലീസ് വന്നിട്ട് എന്നെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. എനിക്ക് മനസ്സിലായില്ലേ പോലീസ് എന്തിനാണ് എൻ്റെ അടുക്ക് അങ്ങനെ ബിഹേവ് ചെയ്തതെന്ന്.
മനസ്സിലായില്ലേ? ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ പോലീസിനോടും പറഞ്ഞു, കാര്യം പറഞ്ഞു. പക്ഷെ അവരവിടുന്ന് എന്നെ ഇൻസൾട്ട് ചെയ്ത് ഓടിക്കുകയാണ് ചെയ്തത്. അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്ത് ഓടിക്കുകയാണ് ചെയ്തത്. ഒരു പെണ്ണ് എന്ത് കള്ളവും പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് കണ്ണും പൂട്ടി വിശ്വസിക്കുക എന്നുള്ളതാണോ പോലീസിൻ്റെ പരിപാടി? എനിക്ക് മനസ്സിലായില്ല. അവൾ എന്തൊക്കെ കാണിച്ചതെന്നറിയോ? ഞാൻ F11 ചോദിച്ചപ്പോഴത്തേക്കിനും അവൾ F13, അവളുടെ അഹങ്കാരത്തിന് അവൾ F13 തന്നത്. അതായത് ഞാൻ ഫോൺ വിളിച്ച് ബുക്ക് ചെയ്തത് കൊണ്ടിട്ട് ഇപ്പം 2 ടിക്കറ്റ് പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ F13 എന്നാൽ അവൾക്ക് പറയാൻ പാടില്ല, ചേട്ടാ ഇത് 3 ഇനി പോകത്തില്ല ചേട്ടാ, ആരും എടുക്കത്തില്ല, അതുകൊണ്ട് ചേട്ടനെ തന്നെ എടുക്കാവോ എന്ന് ചോദിച്ചാൽ ഞാൻ എടുക്കത്തില്ല, ആ 3 ടിക്കറ്റും ഞാൻ എടുക്കും. മനസ്സിലായി? അതല്ല അവൾ ചെയ്തത്. അവൾ എന്താ ചെയ്തത്? അവൾ F11 ചോദിച്ചപ്പോൾ അവൾ F13 തന്നിട്ട് വേണം ഇത് കൊണ്ടുപോയി കണ്ടോളാൻ. ഞാൻ എന്നെ അവളുടെ മറ്റേ ആ കുടുംബത്തിൽ നിന്നാണോ ഞാൻ പൈസ എടുത്തിട്ട് ചെയ്യണേ? ഞാൻ പണിയെടുത്ത പൈസയൊക്കെ ഞാൻ അവിടെ കൊണ്ടുവന്ന് പൈസ തന്നത്. എന്നെ ഇത് പൈസയും മേടിച്ചേച്ചും ഞാൻ പറഞ്ഞ ടിക്കറ്റും തരാതെ F13 തന്നു. അത് ചോദ്യം ചെയ്തപ്പോഴേക്കും അവൾ പറയാൻ തെണ്ടിത്തരം കാണിക്കരുതെന്ന്. ഒരു അതായത് ഒരു കസ്റ്റമറോട് പറയേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനോട് പറയുന്ന മര്യാദയുള്ള ഭാഷയാണത്. അവിടെ അവരുടെ CC ക്യാമറ അവരോട് പരിശോധിക്കാൻ പറ. ആ പാൻ സിനിമാസിൻ്റെ CC ക്യാമറ എന്തായാലും ക്യാഷ് കൗണ്ടർ അതിനകത്തുണ്ടല്ലോ, അപ്പോൾ അവർക്ക് CC ക്യാമറ പരിശോധിക്കാമല്ലോ. ഞാൻ പോലീസിനോടും പറഞ്ഞു നിങ്ങളൊന്ന് CC ക്യാമറ പരിശോധിക്കാൻ പറഞ്ഞു. അത് അവൾ ചെയ്തില്ല. എൻ്റെ കയ്യിൽ നിന്ന് 150 രൂപ ഈ പറയുന്ന ടിക്കറ്റിന് മേടിച്ചിട്ട് എനിക്ക് ആവശ്യമുള്ള ടിക്കറ്റ് തന്നില്ല. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ടിക്കറ്റിന് അല്ലെങ്കിൽ പിന്നെ ഇവരെന്തിനാണ് ഈ പറയുന്ന ടിക്കറ്റ് ബോക്സ് ഈ മറ്റേ സീറ്റിൻ്റെ നമ്പേഴ്സ് എഴുതി കാണിക്കുന്നത്? പിന്നെ എന്തിനാ? അവളുടെ ഇഷ്ടത്തിനാണോ ഞാൻ സിനിമ കണ്ടത്? അവൾ എന്ത് പരിപാടിയായിട്ട് കാണിച്ചത്? എന്നിട്ട് അവൾ പോലീസിനെ വിളിച്ചിട്ടും പോലീസിനെടുക്കുക കുറേ കള്ളത്തരം പറഞ്ഞെങ്കിൽ പോലീസ് അത് മുഴുവനും കേട്ടിട്ട് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞു ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് കംപ്ലയിൻറ്റിൻ്റെ ഗണത്തിൽ പോകാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ കംപ്ലയിൻറ്റ് ഗണത്തിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടുന്ന് പ്രൊഡ്യൂസറായിട്ടുള്ള ലിസ്റ്റിൻ ഷീഫിനെ ഈ കാര്യം വിളിച്ചു പറഞ്ഞു. അപ്പോൾ ലിസ്റ്റിൻ ഷീഫിനെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ലിസ്റ്റിൻ ഷീഫിന് എനിക്ക് നമ്പർ വന്നിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ഞാനിപ്പം വിളിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ പാൻ സിനിമാസിൻ്റെ സ്റ്റാഫ് എനിക്കെതിരെ അപമര്യാദയായിട്ട് പെരുമാറിയതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ സിനിമാസിനോടും കൂടി ചേർത്തിട്ടാണ് ഞാൻ കേസ് ഫയൽ ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇതുപോലത്തെ ക്രിമിനൽ ഒഫൻസ് ചെയ്യുന്ന ആൾക്കാരെ അവിടെ ജോലിക്ക് നിർത്താൻ പാടില്ല. മനസ്സിലായില്ല? അതും ഇതേപോലെ പബ്ലിക്കായിട്ട് ആൾക്കാർ വരുന്ന സ്ഥലത്ത് ക്രിമിനലായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിൽ ഒരു മര്യാദയില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരെ ജോലിക്ക് വെക്കാൻ പാടില്ല. അപ്പോൾ അവരെ കുറിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കണം ആദ്യം, അങ്ങനെയുള്ള ആൾക്കാരെ വെക്കുമ്പോഴത്തേക്കിനും. അത് രണ്ടാമത്തെ കേസ് അവർക്കെതിരെ ഞാൻ കംപ്ലയിൻറ്റ് വെക്കുന്നുണ്ട്, പാൻ സിനിമാസിനെതിരെയും. കാര്യം അത് ശരിയല്ലത്. എന്തിനായ ഉള്ളത്? അവർക്ക് കൃത്യമായിട്ട് ചെയ്യാം, സാറേ ഈ 3 ടിക്കറ്റ് നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ഇനി വേറെ കൊടുക്കാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തോളാം, എനിക്കൊരു കുഴപ്പമില്ല. നമ്മൾ എന്താ വേറെ ആരെങ്കിലും വരുവാന്നുണ്ടെങ്കിൽ അവരും കൂടെ കണ്ടോട്ടെ, അപ്പോൾ അവർക്ക് ടിക്കറ്റ് കിട്ടാതിരിക്കേണ്ട, അവരും കൂടെ കണ്ടോട്ടെ എന്നല്ലേ നമ്മൾ മനസ്സിൽ കരുതുന്നത്. ഇന്ന് ഫസ്റ്റ് ഡേ, ഇന്ന് അവിടുത്തെ ആദ്യത്തെ ഷോ ഞാൻ കണ്ട 4 മണിക്ക് ആദ്യത്തെ ഷോ ഫുൾ ബുക്കിംഗ് അതിൻ്റെ അകത്ത്. ഇവരെന്താ എന്ത് സ്വഭാവമാണ് കാണിക്കുന്നത്? എനിക്കതിന് എന്താണെന്ന് എനിക്ക് അതിൻ്റെ അകത്ത് നീതി വേണം. എന്തുകൊണ്ടാണ് എൻ്റെ അടുക്കൽ അവർ അത്രയും അഹങ്കാരത്തോടു കൂടി പെരുമാറിയെന്നും എന്തുകൊണ്ടാണ് പോലീസ് അത്രയും അഹങ്കാരത്തോടു കൂടി പെരുമാറി ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടതെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയണം. ഞാനതിന് മുളന്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. സിനിമാ മന്ത്രിക്കും ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. SP-ക്കും ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ അറിയണം. എന്ത് സ്വഭാവമാണ് അവർ കാണിക്കുന്നത്? ഒരാൾ മിസ്ബിഹേവ് ചെയ്ത് ഇപ്പം ഞാൻ തിരിച്ച് ഈ പെണ്ണിൻ്റെ അടുക്കലാണ് ഞാൻ ഇതേപോലെ നീ തെറ്റിത്തരം കാണിച്ചില്ലേടി എന്ന് ഞാനാണ് തിരിച്ചു ചോദിച്ചിരുന്നെന്നുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഞാനാണ് ആ ക്യാബിൽ ഇരിക്കുന്നത്, ഇതേപോലെ ഒരു പെണ്ണാണ് വരുന്നത്, ഞാനാണ് തിരിച്ച് നീ പോയി നിന്നോട് ഞാൻ എന്തെങ്കിലും നീ എന്ത് തെറ്റിത്തരായിട്ട് കാണിച്ചതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാലുള്ള എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. പോലീസ് എന്നെ അവിടെ വെച്ചോണ്ടിരിക്കുമോ? എന്നെ അവിടെ എടുത്തുകൊണ്ട് പോകത്തില്ലേ? അപ്പോൾ ഇതന്നെ 2 നീതിയാണ് ഇവിടെ, 2 നീതിയാണ് ആൾക്കാർക്ക്.